കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പോരടിച്ച് സിൻഡിക്കേറ്റും താൽക്കാലിക വിസിയും. കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയുള്ള തീരുമാനം നാളെ കോടതിയിൽ അറിയിക്കാനാണ് ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റിന്റെ തീരുമാനം. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള പ്രമേയം വിസിയുടെ സാന്നിധ്യത്തിലാണ് പാസാക്കിയതെന്ന് ഇടത് അംഗങ്ങൾ പറയുന്നു. എന്നാൽ താൻ യോഗത്തിൽ നിന്നിറങ്ങിയതിന് ശേഷം എടുക്കുന്ന തീരുമാനത്തിന് നിയമസാധുതയില്ല എന്നാണ് താൽക്കാലിക വിസി സിസ തോമസിന്റെ നിലപാട്. RSS കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ച കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി റദ്ദാക്കിയതിന് പിന്നാലെയാണ് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തത്. വിദേശയാത്ര പോയ മോഹൻ കുന്നുമ്മൽ താൽക്കാലിക വിസിയുടെ ചുമതല സർക്കാരുമായി സ്വരച്ചേർച്ചയിലല്ലാത്ത സിസ തോമസിന് നൽകി. ഇടതുപക്ഷാംഗങ്ങളുടെ ആവശ്യപ്രകാരം രാവിലെ 11 മണിയോടെ സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിലില്ലെന്ന് താൽക്കാലിക വിസി സിസ തോമസ് പറഞ്ഞതോടെ ബഹളമായി. സിൻഡിക്കേറ്റിന്റെ അധികാരം വിസി എടുത്ത് ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ നാളെ കോടതിയെ അറിയിക്കേണ്ടത് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനമാണെന്ന് ഇടതുപക്ഷാംഗങ്ങൾ വാദിച്ചു. ഇടതംഗങ്ങൾ സസ്പെൻഷൻ റദ്ദാക്കിയുള്ള പ്രമേയവും സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചു. ഇതിന് പിന്നാലെ സിസ തോമസ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചില്ലെന്ന് സിസ തോമസ്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് വിസി ആണ്. ആ വിസി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയുക, അവർ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നുള്ളൂ. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഡിപ്ലോയ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ആണ്. ഇനിയിപ്പം വിസി വേറൊരു ഒരു സീനിയർ അഡ്വക്കേറ്റിനെ വെച്ചായിരിക്കും കൊടുക്കുന്നത്. താൽക്കാലിക വിസി ഇറങ്ങിപ്പോയതിന് പിന്നാലെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലെ ചാപ്റ്റർ 6 പ്രകാരം പുതിയ അധ്യക്ഷയെ നിയമിച്ച സിൻഡിക്കേറ്റ് യോഗം ഇടതുപക്ഷാംഗങ്ങൾ തുടർന്നു. രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് വിസി നടത്തിയ സസ്പെൻഷൻ റദ്ദാക്കുന്നുവെന്നും ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷാംഗങ്ങൾ തീരുമാനമെടുത്തു. ഇത് നാളെ കോടതിയെ അറിയിക്കും. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ അധികാരം പ്രയോഗിച്ചിരിക്കുക. പിന്നെ വൈസ് ചാൻസലർക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. സിൻഡിക്കേറ്റാണ് പിന്നീട് തീരുമാനിക്കേണ്ടത്. ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ്. ആ തീരുമാനം ഹൈക്കോടതി അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ട്. അവരതിനെ ഇറങ്ങിപ്പോയി. നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിന് മാത്രമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഈ രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി വിസി അല്ല, സിൻഡിക്കേറ്റ് ആണ്. രജിസ്ട്രാറെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് 100% അർഹതയുണ്ട്. രജിസ്ട്രാർക്കെതിരായ നടപടി അന്വേഷിക്കാൻ ഡോക്ടർ ഷിജു ഖാൻ, അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഡോക്ടർ നസീബ് അടക്കമുള്ള 3 പേരെ ചുമതലപ്പെടുത്തി. മീഡിയ 1.